പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവന്തികയെ ചെറിയ രീതിയിൽ സംശയം തോന്നുകയാണ് ജലജയ്ക്ക്. നാഗേന്ദ്രനുമായി അവന്തിക കണ്ടുമുട്ടുന്നുണ്ട് എന്നും സംസാരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സംശയം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവന്തികയെ ഫോളോ ചെയ്ത് കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുകയും അതുവഴി നമ്മുടെ നാഗേന്ദ്രനുമായിട്ട് ഫോണിലൂടെ സംസാരിക്കുന്നത് കേൾക്കാനിടയാകുകയുമാണ്. അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവളെങ്ങനെ അയാളെ കണ്ടെത്തി, അയാളുടെ അടുത്തെത്തി, അയാൾ ഇവളെ വശീകരിച്ച് ഇനി പല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്നിൽ നിന്ന് അകറ്റാനായിരിക്കും തീരുമാനം. ഇതെന്തായാലും ചോദിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് ജലജ അവന്തികയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ജലജ അവന്തികയുടെ അടുത്തെത്തിയിട്ട് നീ ആരുമായിട്ടാണ് ഫോണിൽ സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ അവന്തിക കള്ളത്തരം പറയുന്നുണ്ടെങ്കിലും ജലജ ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ ഫ്രണ്ടുമായിട്ടല്ല സംസാരിച്ചത്, നീ എന്താ അച്ഛ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടല്ലോ, ആരാണ് ഫോണിൽ, ആരുടെ അച്ഛനെയാണ് നീ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അത് പിന്നെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പി തപ്പി കളിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, നീ നാഗേന്ദ്രനുമായിട്ട് നിനക്ക് ബന്ധമുണ്ടല്ലേ, നിന്നെ എന്ന് മുതൽ അയാൾ സ്നേഹിക്കാൻ തുടങ്ങിയത്, നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ ഒഴിവാക്കിയതല്ലേ, അങ്ങനെയുള്ള ഒരാളുമായിട്ടാണോ നിങ്ങൾ അടുപ്പം കാണിക്കേണ്ടത്, എല്ലാ കാര്യവും ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്, എത്രയൊക്കെ ആയാലും അച്ഛനല്ലേ, അച്ഛൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് മുത്തശ്ശി പറഞ്ഞ ആ ഒരു പേടിയായിരിക്കുമല്ലേ അമ്മ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനല്ലാതാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആകെ ഷോക്കായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ജലജ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നു മുതലാണ് നിൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയത്, നിന്നെ നോക്കിയത് ഞാനല്ലേ, നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് ഞാനല്ലേ, പിന്നെ എന്തിനാണ് അയാളുമായിട്ട് ബന്ധം വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്ക് ഇത്ര രോക്ഷം കൊള്ളാനായിട്ട് അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത്, അച്ഛനെ ഇവിടുന്ന് പുറത്താക്കുകയല്ലേ ചെയ്തത്, നിങ്ങളൊക്കെ ചേർന്നിട്ട് അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് എന്നുള്ളത് അമ്മ എനിക്ക് പറഞ്ഞു തന്നേ പറ്റുകയുള്ളൂ, ഞാൻ ഇതുവരെ അച്ഛൻ നാട്ടിലെത്തിയത് അമ്മ അറിയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത്, ഇനി എൻ്റെ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി പറയേണ്ടി വരും, മുത്തശ്ശൻ്റെ കൂടെ കൂടിയിട്ട് അന്ന് ഒന്നും മിണ്ടാതെ നിന്നതുകൊണ്ട് തന്നെ അമ്മയോട് വലിയ ദേഷ്യത്തിലാണ് അച്ഛൻ, പക്ഷെ ഞങ്ങളോട് അങ്ങനെയല്ല, വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണല്ലോ ഏഞ്ചലറിയിൽ തലപ്പത്തിരിക്കുന്ന ആൾ ഒന്നുമല്ലാത്ത അഭിയേട്ടൻ അവിടെ ജോലി കൊടുത്തത്, അത് സ്വന്തം മോനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ജലജാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അഭി നിൻ്റെ ഏട്ടനും നിൻ്റെ അച്ഛൻ്റെ വലയിൽ വീണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം അതാർക്കും തകർക്കാനാവില്ല, അത് ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയെ ധിക്കരിച്ചിട്ട് അവന്തിക പോവുകയാണ്. ആ ഒരു സമയത്ത് ജലജാകെ ഷോക്കായിട്ട് എൻ്റെ മക്കൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ, അയാൾ ഈ വീട്ടിൽ കടന്നു കൂടുമോ, എന്നെ ഇല്ലാതാക്കുമോ എന്നുള്ള ആ ഒരു ഭയം ജലജയുടെ മനസ്സിലോട്ട് വരികയാണ്.